ഈ സംഭവം പറഞ്ഞുതരാം. ഇത് കണ്ടിന്യൂ ആയി ഞാൻ പോയി ഒറ്റപ്പാലത്ത് പോയി ഇറങ്ങി സെറ്റ് ഇറങ്ങി കാലത്ത് കുളിച്ച് ഫ്രഷായി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് താഴത്ത് സീൻ എടുപ്പുണ്ട്. സാറിന് സീൻ എടുത്തുകൊണ്ടിരിക്കും, സാറിന് സീൻ എടുത്തുകൊണ്ടിരിക്കും. താഴെ ഏത് സീനാണെന്ന് അറിയാം? ക്ലൈമാക്സ് സീൻ. ക്ലൈമാക്സ് പെണ്ണ് കാണാൻ വരുന്നത് പുറത്തുനിന്ന് പുള്ളിയോടൊന്ന് പറയണം, വീട്ടിൽ സിസ്റ്റർ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി വീട്ടിൽ കയറി ഓടി വരുന്നത് അകത്ത് കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ടേൺ ചെയ്യാനുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടില്ല, അതിനാണ് വെയിറ്റിംഗ്. താഴത്ത് പെണ്ണുങ്ങൾ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പുള്ളി വരുന്നത് പുള്ളീനെ അവിടെ ഇൻസൾട്ട് ചെയ്യുക, പുള്ളി അകത്ത് വന്ന് സിസ്റ്ററോട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നവരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലത്തെ വേറെ സൊസൈറ്റി വന്ന് ഒരു കെട്ട് പേപ്പറായിട്ട് സാർ തന്ന് ഞാനത് വാങ്ങിച്ച് കൈവച്ച്. നമുക്കെന്താണത്, ഒരു സംഭവം ഇല്ലല്ലോ. അത് വാങ്ങിച്ച് ഞാൻ കൈവച്ച് ഓക്കെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. പുള്ളി പോയി. ഞാൻ പുള്ളി പോയി കഴിഞ്ഞാൽ പുള്ളി എനിക്ക് വായിച്ചു തരില്ലേ. പുള്ളി പോയി. പുള്ളി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ദേവേനി ഇരിപ്പുണ്ട്. എന്നെ റിയാസെന്ന് വെച്ച് ഞാൻ പറഞ്ഞു എന്നെ ദേവേനി ഇത് കൊടുത്തിട്ട് പോയാച്ച് ഇത് ഞാൻ ഇപ്പടി പഠിക്കരുത്. ദേവേനി പറഞ്ഞു ഇതേതാ എനക്കും ആരൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ദേവേനി അറ്റ്ലീസ്റ്റ് പുള്ളി എന്നെക്കാളൊന്ന് മലയാള പടം ചെയ്തിട്ടുണ്ട് അവർ. ഇത് ദേവേനി ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ മലയാള പടം ചെയ്തിട്ടില്ല, നിങ്ങൾ ഏற்கனவே പണിയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം മലയാള പടം നിൽക്ക്. കുറച്ച് കഴിയുമ്പോൾ താഴത്ത് ഷോർട്ട് ഇടുന്ന് വിളിച്ചുകൊണ്ടുപോയി. ഞാൻ ആ പേപ്പർ മടക്കി വെച്ചാൽ താഴത്ത് പോയിട്ട് ഇങ്ങനെ ചുറ്റി നിന്ന് ഇതിപ്പോൾ എന്താണിത് സംഭവം. ലാൽ സാറ് വന്നു. ലാൽ സാർ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ലാൽ സാറെ കണ്ടു വളർന്ന ആളാണ്. ലാൽ സാറെ മടിയിൽ കിടന്ന് തുടങ്ങിയ ആളാണ് ഞാൻ ചെറുപ്പത്തിൽ. അപ്പോൾ ലാൽ സാറോട് ഞാൻ കാര്യം പറഞ്ഞു എനിക്ക് ഇത് വായിക്കാൻ അറിയില്ല, ഇതായിരിക്കണം വായിച്ച തന്നിട്ട് കുറേ നേരമായി 2 മണിക്കൂർ 3 മണിക്കൂറായി. അപ്പോൾ ലാൽ സാർ ഇതേ ഹസ്ബൻഡ് നിങ്ങൾ എന്ത് പരിപാടി കാണിക്കാം, മോനെ അറിഞ്ഞൂടെ, അറിയില്ലേ നിങ്ങൾക്ക് അതൊന്ന്. എന്നിട്ട് പുള്ളി കുറേ വാച്ചാണ്, ഡയറക്ടർ കുറേ വാച്ചാണ്, എന്നിട്ടാണ് ആ സീൻ എടുത്തത്. ഇതിന്റെ പുറകിൽ ഇത്രയും കഥകളുണ്ട് നമുക്ക് അറിയില്ല കേട്ടോ. പിന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സീൻ ഞങ്ങൾക്കുണ്ടാക്കിയ ഇമ്പാക്ട് ഒന്നും ചെറുതല്ല. കാരണം നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഇവിടെ നല്ലൊരു ആംബിയൻസ് പുറത്തിറങ്ങി ഞാൻ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞ എനിക്ക് സാധിപ്പിച്ചു തരും. എന്താണ് സാധനം? ചായ വാങ്ങിച്ചു തരും. എനിക്കൊരു ചായ കൊടുക്കുന്നു തോന്നുന്നു. സെറ്റ്. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഒരു സെലിബ്രിറ്റി ചായ വാങ്ങി തരാൻ പോകുന്നു. ചായ കുടിച്ചിട്ട് യെസ്, എന്റെ വലിയൊരു ജീവിതാഭിലാഷം ഞാൻ ഇവിടെ നടത്താം. നമുക്ക് അവിടെ നല്ലൊരു ഏരിയ ഓക്കെ. ആൾക്കാരൊക്കെ ഇവരടുത്ത് നമ്മുടെ പടത്തിന്റെ പുതിയ പടത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചാലോ? പറയാം. ഓക്കെ. റിയാസ് ഖാന്റെ പുതിയ സിനിമ വരുന്നുണ്ട്, എല്ലാരും കാണണം. நல்லா இருக்கு. நீங்க எப்படி இருக்கீங்க? எந்த ஊர் நீங்க? யாரு? திண்டுக்கல்ல நானு. Thank you. Enjoy evening. Thank you.